ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോ ഹോണ്ടയുടെ ഗ്ലാമർ വണ്ടി മിസ്സിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതിനാണ്. അതായത് വണ്ടി ഓടി കയറ്റമൊക്കെ കയറുന്ന സമയത്തായാലും പെട്ടെന്ന് കട്ട് ഓഫ് ആയ രീതിയിൽ നിൽക്കും. അതിനപ്പം തന്നെ സ്റ്റാർട്ടായി വരും. ആ ഒരു കണ്ടീഷനിൽ മിസ്സിംഗ് ആണ് കാണിച്ചായിരുന്നത്. നിലവിൽ അതിൻ്റെ കംപ്ലൈൻറ്റ് വയറിംഗ് കിറ്റിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. വയറിംഗ് കിറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ വയർ കട്ടായ ഭാഗത്താണ് പ്രോബ്ലം കാണിച്ചായിരുന്നത്. പിന്നെ നമുക്ക് മഴ പെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വണ്ടികൾക്ക് കാണുന്ന ഒരു കംപ്ലൈൻറ്റ് ഇഗ്നീഷൻ സ്വിച്ച് ലൂസ് കോൺടാക്റ്റ് പോലെ കാണിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആ ഇഗ്നീഷ്യൻ സ്വിച്ച് അസംബ്ലിയുടെ അടിഭാഗം ആ കോൺടാക്റ്റ് അഴിച്ച് അതും കൂടി ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് റെഡി ആയിട്ടുണ്ട്. മിസ്സിങ് പല രീതിയിൽ കാണിക്കാം. പെട്രോളിൻ്റെ പ്രോബ്ലം കൊണ്ട് കാണിക്കാം, ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് കൊണ്ട് കാണിക്കാം. ഇപ്പോൾ നമുക്ക് ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നത് ഇലക്ട്രിക്കലായിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കതിൻ്റെ ഈ ബാക്കിലത്തെ സീറ്റിൻ്റെ സീറ്റ് കൃത്യമായിട്ട് അടയുന്നുണ്ടായില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ ക്യാച്ചറിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അതും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റിയിടാം. സീറ്റ് ബാക്ക് സൈഡ് കിടന്ന് പിടച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം, നമുക്ക് വേറെ വർക്കുകളൊന്നും പറഞ്ഞില്ല. ജനറൽ സർവീസോ വേറെ കംപ്ലയിൻസുകളോ ഓയിൽ ചേഞ്ചോ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ സീറ്റിൻ്റെത് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ബാക്ക് സൈഡിൽ ഇതൊരു ഡിസ്റ്റർബൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ അതും കൂടി അഴിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെയ്തു വരുമ്പോൾ ഏകദേശം എത്ര വരുമെന്ന് നോക്കിയിട്ട് എൻ്റെ എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ അയച്ചേക്കാം. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഏകദേശം ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി എടുക്കാം. വർക്ക് അപ്പോഴത്തേക്കും കംപ്ലീറ്റ് ആവും. ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഒന്നുകൂടി നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നമുക്ക് വണ്ടി ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഓക്കെ.